ഹലോ ഫ്രണ്ട്സ്, പതിവ് പോലെ നമ്മുടെ ഓഫ് ഡേ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളെന്നും പുറത്ത് പോയി ചെയ്യുന്ന കുറേ റൊട്ടീൻസ് ഉണ്ടല്ലോ രാവിലെ ഓഫ് ഡേയ്ക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ഓടി വന്ന് വീട്ടിൽ കയറിയിരിക്കുകയാണ്. പോരുന്ന വഴിക്ക് ഒരു ഇച്ചിരി ഏത്തക്ക മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ അടുത്തൊരു ആപ്രിക്ക കടയുണ്ട് കേട്ടോ. അടിപൊളി ഏത്തക്ക. എന്താ അതിൻ്റെ സീക്രട്ടെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. നല്ല മധുരമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഓഫ് ഡേ അല്ലേ, മോള് യൂണിവേഴ്സിറ്റിയിൽ പോയിരിക്കുന്നു, രായിച്ചാൻ ജോലിക്കൊക്കെ പോയിരിക്കുന്നു. അപ്പം രായിച്ചാൻ വരുമ്പോഴത്തേക്കും പൂമുഖ വാതിക്കലൊരു പൂന്തിങ്കളാകാം, എന്നും പൂതനയായാൽ കൊള്ളത്തില്ലല്ലോ. പിന്നെ മോള് വരുമ്പോഴത്തേനും അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നങ്ങ് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. പക്ഷേ ചെറിയൊരു റിഗ്രറ്റ് ഇല്ലാതെയില്ല കേട്ടോ. പണ്ട് വീട്ടിലായിരുന്നപ്പോഴേ ഒരു പണിയും ചെയ്യാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നേ. ചേച്ചിമാരെയും അമ്മച്ചിയൊക്കെ കുപ്പിയിലിറക്കി പറ്റിച്ച് എപ്പോഴും പഠിത്തമാണെന്നും പറഞ്ഞ് ചുമ്മാ പുസ്തകം കൈപ്പിടിച്ച് നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിലും വലിയ ബമ്പറാണ് എനിക്ക് അടിച്ചത്. എന്നാന്നറിയോ, രാജാന് ഭയങ്കര ഇൻട്രസ്റ്റാണ് കുക്കിങ്ങിൽ. അപ്പോൾ പിന്നെ നമുക്ക് മൈക്കാട്ട് പണിയല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെയും രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാലും സ്നാക്സൊക്കെ എൻ്റെ തലയിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കൂലങ്കഷിതമായിട്ട് അങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് പഴം നിറച്ചത് മനസ്സിലേക്ക് ഓടി വന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമല്ലേ. പിന്നെ പഴം നിറച്ചതെന്നോ അല്ലെങ്കിലുണ്ടല്ലോ സ്റ്റഫ്ഡ് ബനാന ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. രണ്ടായാലും കുഴപ്പമില്ല, വയറ് നിറയണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട. അരിപ്പൊടി 3 ഏത്തക്കയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അരിപ്പൊടി 1/2 കപ്പ് വറുത്തത്, അതിന് ചേരുന്ന ഉപ്പ്, പിന്നെ ഇച്ചിരി പഞ്ചസാര, പിന്നെ തേങ്ങ, പച്ചത്തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കിവിടെ ചിരവിയില്ലെങ്കിലും ഞാൻ ആ ചീസ് സ്ക്രേപ്പ് ചെയ്യുമല്ലോ, അത്തേ വെച്ചങ്ങോട്ട് ചിരണ്ടി എടുത്തു. കളി നമ്മളോടാ. പിന്നെ ഏലക്ക, ഞാൻ ഇവിടെ 6 ഏലക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 5 വേണമെങ്കിലും എടുത്ത്. എനിക്ക് ഏലക്കയുടെ രുചി ഭയങ്കര ഇഷ്ടമാണ്. കാഷ്യനട്ട്, ഇത്രയൊക്കെ മതി മക്കളെ. നെയ്യ് വേണം കേട്ടോ, ഈ തേങ്ങയും ഒക്കെ ഒന്ന് ചുമപ്പിച്ചെടുക്കാനായിട്ട്. അല്ലാതെ വലിയ കുലു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്കിത് ഉണ്ടാക്കാനും എളുപ്പമാണ്. അവർക്കൊരു സർപ്രൈസും ആവും. അവർ ഞെട്ടുകയില്ല, നമ്മൾ ഞെട്ടിപ്പിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള ഈ അരിപ്പൊടി അങ്ങ് കുഴച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. എളുപ്പവഴി അതാണല്ലോ എപ്പോഴും നമുക്ക്. ഒത്തിരി വെള്ളം വേണ്ടല്ലോ അതിന്. ഇന്നിങ്ങനെ പശ പോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചു. പടപടാന്ന് ഇനി നമ്മുടെ കാര്യങ്ങൾ നടത്തണം. പിന്നെ നെയ്യാണ്. അതൊരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഒക്കെ ഇട്ട്, നമുക്ക് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് അല്ലേ, അതുകൊണ്ട് 1 സ്പൂണേ നിർത്താം. അപ്പോൾ അതിനകത്തോട്ട് പഞ്ചസാരയും തേങ്ങയും നമ്മുടെ ഏലക്ക പൊടിച്ചതും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഏതാണ്ടൊന്ന് ചുമപ്പിച്ചെടുത്ത് കേട്ടോ. അവനെ അങ്ങോട്ട് മാറ്റുകയാണ്. കണ്ടോ, ഇനി ഇതിനകത്ത് ഇച്ചിരി മിച്ചം വന്നാലും നിങ്ങൾ ആരും വിഷമിക്കരുത്. നമുക്ക് ചുമ്മാ വരുത്തില്ല, നമുക്കത് ഭയങ്കര ഇഷ്ടമല്ലേ ഇതിങ്ങനെ മിച്ചം വരുന്നത് തിന്നുന്നത്. എനിക്കാണെങ്കിൽ കേക്കിൻ്റെ ആ മിച്ചം വരുന്ന പാത്രത്തിൽ നോക്കി തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിൽ. പിന്നെ ഏത്തക്ക ഇങ്ങോട്ട് എടുത്തു. എല്ലാം നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം സമയം പോകത്തില്ല. ആ ഏത്തക്കായ്ക്ക് അകത്തോട്ട് നമുക്കിതെല്ലാം ഫില്ല് ചെയ്യണം. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടാണ് കീറുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് വിട്ടുപോയാൽ എന്നാ ചെയ്യും അല്ലേ. അയ്യോ, വലിയ സർജന്മാർ പോലും ഇത്രയും കെയർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശുഷ്കാന്തി എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എവിടെ ചെന്ന് നിന്നേനെ നമ്മൾ. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിലാണിപ്പം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റഫ് ചെയ്യണം. നമ്മളവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അരിപ്പൊടി, അത് വിട്ടുപോകാതിരിക്കാനായിട്ട്. അങ്ങനെ അത് സ്റ്റഫ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളൊരു പാത്രം അടുപ്പയിലോട്ട് വെച്ചു. ഒലിവെണ്ണ തന്നെ ഉപയോഗിച്ചേക്കാം. പക്ഷേ ഇച്ചിരി എണ്ണ മതി കേട്ടോ ഇതിന്. മറ്റേത് പഴം പൊരി ഉണ്ടാക്കണം, നമ്മളിങ്ങനെ വറുത്ത് കോരാനായിട്ട് അതിനകത്ത് കുറേ എണ്ണ ഒഴിക്കേണ്ടത്. ഇതിനധികം എണ്ണ വേണ്ട. ആ തിളച്ച എണ്ണയിലേക്ക് ഏത്തക്ക ചേട്ടനെ എടുത്തിട്ട് തിരിച്ച് മറിച്ച് നമുക്കപ്പോൾ എടുക്കാം കേട്ടോ. കണ്ടോ, അവനങ്ങനെ കിടക്കുകയാണ്. ആർക്കോ വേണ്ടി കിടന്നത് കരയുവാണ്. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കത്തില്ല. അങ്ങനെ അതിനെ തിരിച്ചിട്ടു. അങ്ങനെ ചുമന്ന് വരുന്നുണ്ട്. ഇത് നല്ലപോലെ പഴുത്തതും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇച്ചിരിയുടെ പഴുപ്പ് പറഞ്ഞാലും നമുക്ക് നല്ലതുണ്ട്. അങ്ങനെ ഇവനെയൊക്കെ വാർത്തോണ്ടിരിക്കുകയാണ്. വാർത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്തു. നമുക്കൊരു കിച്ചൺ ടവലൊക്കെ ഇടുവാണെന്നുണ്ടല്ലോ, എണ്ണയൊക്കെ അങ്ങ് വലിച്ചു കുടിച്ചോളും. അപ്പം നിങ്ങളുണ്ടല്ലോ, ഇത് കഴിച്ചേച്ച് വേഗം പോരുതേ, കാപ്പി ഇടണം. പക്ഷെ ഞാൻ ഇപ്പം കഴിക്കുന്നില്ല, എല്ലാവരും കൂടെ വന്നിട്ടേ ഉള്ളൂ. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം. സൂപ്പറായിരിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് ഓർക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും നമ്മളുടേത് ആണെന്ന് നമ്മൾ വരുത്തുമല്ലോ അല്ലേ. പിന്നെ നിങ്ങൾ ഈ പഴം നിറച്ചതും കാപ്പിയൊക്കെ കുടിച്ചേച്ച് പോകുന്ന വഴിക്ക് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അത് മറന്നു പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ചെറിയ സംശയം.
ഇനിയും നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്നാക്സുമായിട്ട് ഉടനെ വരാം. അടുത്ത ഓഫിന് വീണ്ടും നമുക്ക് കാണാം.